ശുചിത്വത്തിനും ഭവന നിർമ്മാണത്തിനും ആരോഗ്യമേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പരിഗണന നൽകി എടക്കര ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 24.64 കോടി രൂപ വരവും 23.95 കോടി രൂപ ചിലവും 68.61 ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അവതരിപ്പിച്ചത്. മൊത്തം 24,64,54,531 രൂപയുടെ വരവും 23,95,92,840 രൂപ ചെലവും 68,61,691 രൂപ മിച്ചവുമുള്ള ഒരു മിച്ച ബഡ്ജറ്റാണ് 2025-26 വർഷത്തേക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി 14,38 ലക്ഷം രൂപ വകയിരുത്തി വീടുകളുടെ പുനരുദ്ധാരണത്തിനായി 30 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണ മേഖലയ്ക്ക് 14.38 കോടി രൂപയും വീടുകളുടെ പുനരുദ്ധാരണത്തിന് 30 ലക്ഷം രൂപയും അടുക്കള നവീകരണ പ്രവൃത്തികൾക്ക് 12 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്ന പദ്ധതിയായ മംഗല്യം പദ്ധതിക്ക് 8.75 ലക്ഷവും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്ന ഉന്നതി പദ്ധതിക്ക് 3 ലക്ഷം രൂപയും എടക്കര ടൗണിൽ പാത്ത് വേ സംവിധാനം ഒരുക്കുന്നതിന് 10 ലക്ഷവും വീടുകളിലെയും കടകളിലെയും കുടിവെള്ള സംഭരണികൾ ശുചീകരിക്കുന്നതിന് ജീവിക പദ്ധതിക്കും സെപ്റ്റിക് ടാങ്കുകൾ ശുചീകരിക്കുന്നതിന് സെപ്റ്റേജ് മൊബൈൽ യൂണിറ്റിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര പദ്ധതികൾക്കായി 41.47 ലക്ഷവും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി 2,50 ലക്ഷവും അംഗൻവാടികളുടെ നിർമ്മാണത്തിനും സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി 88.37 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വനിതാ തൊഴിൽ സംരംഭം 20 ലക്ഷം, ആരോഗ്യ മേഖലയിൽ മരുന്ന് വാങ്ങുവാൻ 30 ലക്ഷം രൂപയും പരിരക്ഷ 17.89 ലക്ഷം എന്നിങ്ങനെയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി, ഫസിൻ മുജീബ്, സിന്ധു പ്രകാശ്, അംഗങ്ങളായ MK ധനഞ്ജയൻ, P മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PJ ബിജു എന്നിവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.